കോഴിക്കോട് കൂടരഞ്ഞി പഞ്ചായത്തിലെ കക്കാടംപൊയിലിനോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ കാട്ടാനകളുടെ ആക്രമണം രൂക്ഷമാകുന്നു. വ്യാപക നാശനഷ്ടമുണ്ടാക്കുന്നതിനാൽ ജനജീവിതം ദുരിതത്തിലാണ്. തേനരുവി എസ്റ്റേറ്റിലെ എബ്രഹാം ഏറ്റുമാനൂർക്കാരന്റെ വീട്ടിൽ കാട്ടാനക്കൂട്ടം നാശം വിതച്ചു. ഇത് പ്രദേശത്തെ കാട്ടാന ശല്യത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. വനം വകുപ്പിന്റെ അനാസ്ഥയാണ് ആക്രമണങ്ങൾക്ക് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ജീപ്പ് കാട്ടാനകൾ കുത്തിമറിച്ചിട്ട് പൂർണ്ണമായി തകർത്തു. ഈ ദൃശ്യം പ്രദേശവാസികളിൽ വലിയ ആശങ്കയും ഭയവുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ജീപ്പിന് പുറമെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന മറ്റ് സാധന സാമഗ്രികളും ചെടികളും ഫലവൃക്ഷങ്ങളും കാട്ടാനക്കൂട്ടം വ്യാപകമായി നശിപ്പിച്ചു. വീടിന്റെ പല ഭാഗങ്ങളിലും ഭാഗികമായി കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. എസ്റ്റേറ്റിലെ പ്രധാന കൃഷികളിലൊന്നായ കൊക്കോ ഉൾപ്പെടെയുള്ള കാർഷിക വിളകളും കാട്ടാനകൾ നശിപ്പിച്ചു. ഈ ആക്രമണങ്ങൾ പ്രദേശത്ത് വലിയ സാമ്പത്തിക നഷ്ടവും വരുത്തിവെച്ചിരിക്കുന്നു. ഏറെക്കാലമായി എസ്റ്റേറ്റിന്റെ പരിസര പ്രദേശങ്ങളിൽ കാട്ടാനക്കൂട്ടം തമ്പടിക്കുന്നതായി നിരവധി തവണ വനംവകുപ്പിനെ വിവരമറിയിച്ചിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. എന്നാൽ ഈ പരാതികൾ ഗൗനിക്കാൻ വനംവകുപ്പ് തയ്യാറായിരുന്നില്ലെന്നാണ് ആരോപണം. ജനവാസ മേഖലയിൽ തമ്പടിച്ച കാട്ടാനക്കൂട്ടത്തെ തുരത്താനോ പ്രതിരോധിക്കാനോ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതിരുന്നതാണ് ഇപ്പോൾ തേനരുവിയിലെ വീടിന് നേർക്കുണ്ടായ ആക്രമണത്തിന് പ്രധാന കാരണം. കാട്ടാനക്കൂട്ടങ്ങൾ തേനരുവി പരിസരത്ത് തമ്പടിച്ചതോടെ ഈ ഭാഗത്തെ വീട്ടുകാർക്ക് പകൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. കുട്ടികളടക്കമുള്ളവർ സ്കൂളുകളിലേക്ക് പോകുന്നത് കാട്ടാന പേടിയോടെയാണ്. ഏത് നിമിഷവും ജനങ്ങൾക്ക് നേരെ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടാകുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. എത്രയും പെട്ടെന്ന് തേനരുവി ഭാഗത്ത് തമ്പടിച്ച കാട്ടാനക്കൂട്ടത്തെ തുരത്തുന്നതിനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ആവശ്യമായ നടപടികൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ശക്തമായ ആവശ്യം. ന്യൂസ് ഡെസ്ക്, കോഴിക്കോട്.